നമസ്കാരം. ഞാൻ ശാന്ത കുറ്റിക്കാട്, പൂർണ്ണേന്ദു തിരുവാതിരക്കളിയിലെ ഒരു അംഗമാണ്. നമുക്ക് ഇന്ന് ഇവിടെ പരിചയപ്പെടേണ്ടത് പണ്ട് മുതൽക്ക് തന്നെ വളരെ അധികം പ്രശസ്തമായ കോട്ടവട്ടം തെക്കുന്നത്ത് മഠത്തിലെ ലീലാദേവി അന്തർജനത്തിനെയാണ്. ഇടത്തേക്ക് ദേഹാസ്വസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊന്നും കൂസാതെ വളരെ താല്പര്യത്തോടു കൂടി തന്നെയാണ് നമുക്ക് എല്ലാം വിശദമായി പറഞ്ഞു തന്നത്. കൊല്ലം ദേശത്തെ തിരുവാതിരാഘോഷം അല്ലെങ്കിൽ കൊട്ടാരക്കര ദേശത്തെ തിരുവാതിരാഘോഷത്തെ പറ്റി എടുത്ത് വിശദമായി പറഞ്ഞു തന്നു. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ കോട്ടവട്ടവും കൊട്ടാരക്കരയൊക്കെ എങ്ങനെയാ തിരുവാതിര നോയമ്പിന്റെ? കോട്ടവട്ടത്ത് എങ്ങനെയാന്ന് വെച്ചാ രേവതി മുതൽ കുളി തുടങ്ങും. തിരുവാതിരയുടെ 7 ദിവസം ഉണ്ടല്ലോ, 7 ദിവസം കൂടി. അപ്പൊ രേവതിയുടെ അന്ന് നേരത്തെ എഴുന്നേറ്റ് കുളിക്കണോ? എണീറ്റ് കുളിക്കണം, കുളിക്കണം. ഓരോ ദിവസവും ഓരോ മാറി വരും. അങ്ങനെ നേരത്തെ ആവോ? നേരത്തെ ആവും. പിന്നെ മകരത്തിനന്നാവുമ്പോ 4 മണിയോ? ഒരു 4 മണിക്ക് എണീക്കണം. തിരുവാതിരക്കോ? അതേപോലെ 3:30 എണീക്കണം. നേരത്തെ എണീച്ച് അലക്കിയത് കൊടുക്കണമെന്നുണ്ടോ? ഉണ്ട്. കോടി അലക്കിയത് കൊടുക്കണം. തിരുവാതിരക്കും മകരത്തിനും കോടി അലക്കി കൊടുക്കണം. പിന്നെ മഞ്ഞള് തൊടുന്ന അങ്ങനെ പതിവുണ്ടോ? ഈ കുളിച്ച് മഞ്ഞൾ തൊടുന്ന പതിവുണ്ട്. രേവതി നാൾക്കും ഒക്കെ അല്ലേ? എല്ലാ ദിവസവും മഞ്ഞൾ തൊടും. അതൊരു കാന്യമുണ്ട്. പിന്നെ ഈ അഷ്ടമംഗല്യ തട്ടില് അത് എപ്പോഴാ കൊണ്ടുപോകുന്നേ? അഷ്ടമയില് കുളിക്കാൻ പോകുമ്പോ അത് മകരനാളിനാണോ? മകരത്തിന് വേണം, തിരുവാതിരയ്ക്കും വേണം. അതിലെന്തൊക്കെ ഉണ്ടാവും? ഇതിലാണെങ്കിൽ ഈ ദശപുഷ്പം വേണം, പാൽക്കണ്ണാടി വേണം, പിന്നെ ചന്ദനം, കുങ്കുമം, കൺമഷി. അക്ഷതം എടുക്കാറുണ്ടോ? അക്ഷതം എടുക്കാറുണ്ട്. പിന്നെ ദശപുഷ്പം അതുണ്ട്. അലക്കിയ വസ്ത്രം അതിൽ വെക്കണം. കുളി കഴിഞ്ഞിട്ട് അലക്കിയ വസ്ത്രം എടുക്കാനുള്ളത്. അല്ലാതെ തന്നെ അഷ്ടമംഗലത്തിൽ വസ്ത്രം വെക്കണം. കുളി കഴിഞ്ഞിട്ടുള്ളതല്ല. അല്ലാതെ വിളക്കും ചങ്ങലവട്ട വേണം. ചങ്ങലവട്ട വേണം. പിന്നെ വെറ്റിലയും പാക്കും ഒക്കെ വെക്കും. ഇതാണ് അഷ്ടമംഗല്യ തട്ടില് വെക്കുന്നത്. പിന്നെ ഈ എട്ടങ്ങാടി എപ്പോഴാ? മകരം നാളില് മകരം നാളിലാണ്. സന്ധ്യക്ക് അല്ലേ? സന്ധ്യക്ക്. മകരം കഴിഞ്ഞാൽ തിരുവാതിര തുടങ്ങും. എല്ലാം എട്ടങ്ങാടിയെല്ലാം നേദിച്ച് കഴിച്ചു കഴിയണം. അത് വരുന്നവർക്കെല്ലാവർക്കും കൊടുക്കണം. ഇളനീരും നിവേദിക്കും. ഇളനീരും വെറ്റിലയും കൂടെ നിവേദിക്കും. ഈ എട്ടങ്ങാടി എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എട്ടങ്ങാടി കിഴങ്ങുകള് 8 കൂട്ടം കിഴങ്ങുകള് വേവിച്ച് നുറുക്കിയെടുക്കണം. നുറുക്കിയെടുത്തിട്ട് അതില് ശർക്കര പാവാക്കി കുറച്ച് ഒഴിക്കണം. പിന്നെ കരിക്ക് കുറച്ച് പുളി അതിലിടണം. പിന്നെ ശർക്കര മേടിക്കാൻ പറഞ്ഞു. അതെല്ലാം കൂടെ കൂട്ടി ഇളക്കി നെയ്യും കുറച്ച് മേടിക്കാൻ വെച്ച് നേദിക്കണം. എന്നിട്ട് വരുന്നവർക്കൊക്കെ കൊടുക്കും. അത് നോയമ്പ് തുടങ്ങി. അപ്പൊ ഈ വിളക്കിൽ എന്തെങ്കിലും വേറെ ആചാരങ്ങളുണ്ടോ? ഈ ഹരിപ്പാട്ടൊക്കെ ഒരു നിലവിളക്ക് വെച്ചിട്ട് ഒരു അമ്മിക്കല്ലും താഴെ എന്റെ നേരെ തന്നെ വെക്കും. ഇനി വാൽക്കണ്ണാടി വെച്ച് 3 പ്രാവശ്യം ഇങ്ങനെ വന്ദിക്കും. ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് ഈ അമ്മിക്കല്ലിലും തൊടും. അങ്ങനെ എല്ലാ സ്ത്രീകളും മംഗല്യ സ്ത്രീകളല്ലേ? മംഗല്യത്തിൽ നെടുമംഗല്യം ഉണ്ടാവാൻ വേണ്ടി ഈ കരിങ്കല്ലില് കൂടെ തൊടുന്നത്. അത് ശരി. നെടുമംഗല്യം അത് കോട്ടോട്ടം ഭാഗങ്ങളിൽ ഇല്ല. കൊട്ടാരക്കര ഇല്ല. ഹരിപ്പാട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കളി തുടങ്ങും. ഗണപതിയും സരസ്വതിയാണോ ആദ്യം? അതെ, ഗണപതി സരസ്വതി. പിന്നെ പിന്നെ കൃഷ്ണന്റെ ആണോ കീർത്തനങ്ങളും ഒക്കെ പാടി? കൃഷ്ണന്റെ കീർത്തനം പിന്നെ പാടുന്നത്. ഈ പാതിരാ പൂ ചൂടുന്ന സമയത്തുള്ള പാട്ട് ഏതൊക്കെയാ? പാതിരാ പൂ ചൂടാനായിട്ട് എല്ലാരും കൂടെ കൊരവയിട്ട് വേണം. എല്ലാ പ്രധാന നിർബന്ധമാണ്. പാട്ടുണ്ടോ അതിന് വേണ്ടി? പാട്ടുണ്ട്.
ഏതാന്ന് ഓർമ്മയുണ്ടോ? പാട്ട് ഘോഷമോടെ പൂപറിപ്പാൻ പോരിൻ പോരിൻ തോഴിമാരെ ഇഷലങ്ങേ വായ്ക്കുരവ മെളിക്കണം നമുക്ക്. ഉം. പിന്നെ ഏത് പാട്ടാ പാടുന്നേ? പിന്നെ ശിവന്റെ കലയാതിര. ആ, ഈ പാതിര പൂവിന് കുചേലവൃത്തോ നിറഞ്ഞ ജലവൃത്തം പാടി തിരിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോ അതേത് പാട്ടാ? നിറഞ്ഞ കൃഷ്ണനെ കാണാനാണോ? ആ വഞ്ചിപ്പാട്ടത്. അതേതാ? നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലെ പോരുന്നുണ്ട്, അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കണേ തെയ്തൈ. അങ്ങനത്തെ പാട്ട്. ആ, അപ്പൊ പാതിരാപ്പൂ ചൂടി വന്ന് പാടി പിന്നെയും കളിച്ച് പിന്നെ കുളിക്കാൻ പോവും അല്ലേ? ഈ അഷ്ടമംഗല്യമൊക്കെ എടുത്ത് പിന്നെ അലക്കിയ വസ്ത്രം എടുത്ത് കുളിക്കാൻ പോവല്ലേ? എന്നിട്ട് തുടിപ്പാട്ട് ഏതൊക്കെയാ അപ്പം? തുടിപ്പാട്ട് ഈ തുടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഗംഗാദേവിയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് തുടിക്കുന്നത്. അപ്പൊ തുടിപ്പാട്ട് ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? തുടിക്കുമ്പോ പാടുന്ന പാട്ടുകള്. തുടിക്കുമ്പം ഗണപതി ആദ്യം ചൊല്ലും. ഗണപതി ഗണപതി തമ്പുരാനെ. ആ, ഒന്നുണ്ടോ നിന്നോട് ചോദിക്കുന്നു, ആ, പൊന്നല്ല മണമല്ല രത്നമല്ല, തിരുമാറയിലിട്ടൊരു പൂണൂലല്ല, അങ്ങനെയൊക്കെ ഒരു പാട്ട്. പാട്ട്. ആ, പിന്നെ ധനുമാസത്തിൽ അല്ലേ ഭഗവാൻ തന്റെ അത് പാടുന്ന തുടിപ്പാട്ടാണോ? തുടിക്കുമ്പോ പാടുന്ന പാട്ടാ അല്ല അല്ലേ? മറ്റേ തുടിക്കുമ്പോ അല്ലാതെ പതപ്പിക്കുമ്പോ കൃഷ്ണന്റെ പാട്ടുകൾ അല്ലേ? തുടിക്കുമ്പോ ഈ പാട്ട് ശിവന്റെ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്, ഭഗവതിക്ക് തിരുനോയമ്പ്. ആ, അപ്പൊ ഈ പതപ്പിക്കുമ്പോ പാടുന്ന പാട്ടാണ് കൃഷ്ണന്റെ സാധാരണ പാടാറ് അല്ലേ? അത് ഏതൊക്കെ പാട്ടാ? അത് കൃഷ്ണന്റെ പാട്ട് ശിവൻ ആരോമലോ? ആരോമൽ ആരോമൽ പൂമകൾ ആരോമൽ പൂമകൾ തന്നുടെ കാന്തന കണ്ണനെ കൈതൊഴുന്നേ, കാരുണ്യവാരിതെ കാത്തുകൊള്ളിടുവാൻ ഉണ്ണികൃഷ്ണ തൊഴുന്നേ, ശ്രീപത്മനാഭ ഞാൻ ശ്രീപദം തന്നെ. അതാ അഞ്ജന ശ്രീധര പാടുമായിരിക്കും അല്ലേ? പിന്നെ ഈ കുളി കഴിഞ്ഞ് എങ്ങനെയാ എന്തൊക്കെയാ? കണ്ണെഴുതിയതിനു ശേഷമാണോ? കണ്ണെഴുതിയതിനു ശേഷം ചന്ദനം തൊടും അല്ലെ? കുറിയൊക്കെ ഇട്ട് അലക്കിയത് കൊടുത്ത് കൊരവയിട്ടുകൊണ്ടാണോ പോകുന്നത്? ആർപ്പ് വിളിച്ച് കൊരവയിട്ടിട്ട് പിന്നെ മംഗല പാടുമ്പോ അങ്ങോട്ട് പോകുമ്പോ പാടുന്ന വഞ്ചിപ്പാട്ടാണോ? ഈ തിരിച്ച് കുളി കഴിഞ്ഞ് പോകുമ്പോ വഞ്ചിപ്പാട്ട് പാടും. മംഗല ആദ്യം പാടി പിന്നെ അവിടെ പോയി നേദിച്ചിട്ട് അല്ലേ? പിന്നെ നേദിക്കുമല്ലോ, പിന്നെ കരിക്ക് കുടിച്ച് അല്ലേ നൊയമ്പ് തുടങ്ങായി. പിന്നെ കീർത്തനങ്ങളെല്ലാം പാടും. കൃഷ്ണന്റെയും എല്ലാ ദേവിമാരുടെയും ദേവന്മാരുടെയും കീർത്തനങ്ങള് രാവിലെ ആവുന്നവരെ പാടും. അങ്ങനെ അത് തിരുവാതിര ആഘോഷിക്കും. ആഘോഷം.